ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് നട്ടിട്ട് പോയ കപ്പയുടെ അപ്ഡേഷൻസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നേക്കണേ. കപ്പക്കുട്ടന്മാരെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു മഴയൊക്കെ പെയ്തുകൊണ്ടിട്ട് നല്ല രസമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. വളം ഇട്ടില്ല, വളം ഇടാൻ സമയമായെന്ന് തോന്നുന്നു. അതിനിപ്പോൾ പപ്പേനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ, കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇനി മുതൽ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇത് കപ്പയുടെ ഇടയിൽ കുറച്ച് കൃഷി വേറെ ഉണ്ട് കേട്ടോ. കുക്കുംബറാണ് കേട്ടോ ഈ കാണുന്നത്. കുക്കുംബർ ഇത് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്, പക്ഷെ കായൊന്നും പിടിച്ചായിട്ട് കണ്ടിട്ടില്ല. പൂ പോയി കഴിഞ്ഞായിരിക്കും കായിടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുക്കുംബറിൻ്റെ അടുത്ത് തന്നെ പടവലം നിൽക്കുന്നുണ്ട്. ഈ ചോട്ടി കിടക്കുന്ന ഐസാട്ടോ, ഫ്രീസറിൽ ഐസ് കെട്ടിയപ്പോൾ ഞാൻ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടിട്ടതാണ്. ഇത് പടവലത്തിൽ പൂ വന്നേക്കണമെന്ന് എനിക്ക് തോന്നണം. ഞാനത് മാക്സിമം സൂം ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ എന്തോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ വലിയ പിടുത്തമില്ലാത്തത് കൊണ്ടിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ കാണുന്നത് പൂവാണോ കായാണോ ഇനിയിപ്പോൾ പുതിയതായിട്ട് വള്ളി പാകാനായിട്ടുള്ളതാണോ ഇലയായിട്ട് തന്നെയാണോ ഒരു പിടുത്തമില്ല. അപ്പോൾ കാണിച്ച പടവലം ഈ കാണുന്നത് പീച്ചിങ്ങയാണ് കേട്ടോ. പീച്ചിങ്ങ ഞാൻ ഇഷ്ടംപോലെ പീച്ചിങ്ങ നട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ പീച്ചിങ്ങ, അതായത് ഒരു പാക്കറ്റിൽ കുറേ പീച്ചിങ്ങയുടെ വിത്തുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ, അവിടെ ഇവിടെയൊക്കെ അറഞ്ചം പുറഞ്ചം അങ്ങ് മുഴുവൻ അങ്ങ് പാകി. പക്ഷേ ഇത് അതിലും പൂവാണോ കായാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തൊരു സാധനം പോലെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ കായാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം എല്ലാത്തിലും ഞാൻ വളം ഇട്ട് നിർത്തിയേക്കാം. ഇതും പീച്ചിലാണ് കേട്ടോ. എനിക്ക് കൂടുതലും പീച്ചിലാണ്. ഞാൻ പീച്ചിൽ പാവൽ, പടവലം, കുക്കുംബർ അങ്ങനെയൊക്കെ നട്ടേക്കുന്നത്. ഇത് പൂവാണെന്ന് എനിക്ക് ഉറപ്പാട്ടോ. ഇത് പീച്ചിലിൽ പൂ വന്നേക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ എനിക്കിങ്ങനെ നടുമ്പോൾ നടണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. സത്യം പറയാമല്ലോ, ഞാൻ നട്ടൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇതിലിങ്ങനെ പൂവൊക്കെ ഇട്ടിങ്ങനെ നിൽക്കണ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക ഒരു സമാധാനവും ഒരു സന്തോഷമായിട്ട്. എല്ലാ ദിവസവും രാവിലെ ഇത് നമ്മൾ നട്ട സാധനം കാണാൻ പോകുമ്പോൾ എന്തൊരു സമാധാനം സന്തോഷമാണെന്ന് പറയും ഇതൊക്കെ കാണുമ്പോൾ. ഇതും പീച്ചിലാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ വഴുതന പാകിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ അപ്പുറത്തേക്കൊക്കെ പറിച്ച് നട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വേറെ കുറച്ചുകൂടെ ഇങ്ങനെ നിൽക്കണതാണ് കേട്ടോ. വഴുതനയാണ് ഈ നട്ടേക്കണം, വയലറ്റ് കളർ. ഇത് പാവലാണ് കേട്ടോ. പാവലിങ്ങനെ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കുറച്ച് വളമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേര് കാണാൻ വേണ്ടിയിട്ടേ മാറ്റേണ്ട ഒരു ക്ഷീണമൊക്കെയാണ് അവർക്ക് കേട്ടോ. ഇത് ചീരയാണ് കേട്ടോ, പച്ചച്ചീരയൊക്കെ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് നിർത്തിയേക്കാണ് ഞാൻ. പിന്നെ 2 കപ്പയുടെ ഇടയിൽ ഞാൻ ഇച്ചിരി ചീര പാകി മുളച്ചിട്ടുണ്ട്. ഇതൊന്നും മുളകുള്ള പ്രതീക്ഷയിലൊന്നും അല്ല കേട്ടോ ഞാൻ നട്ടേ. ഇത്രയാണ് എൻ്റെ സാമ്രാജ്യം. ഇപ്പം ഇതാണ് എൻ്റെ ശരിക്കുമുള്ള സാമ്രാജ്യം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം മുഴുവൻ ഞാൻ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.